എന്ന വിവരം പുറത്തു വരുന്നത്. ശ്രീ CR നീലകണ്ഠൻ, ഇതിന്റെ ആധികാരികത ഒരു തരത്തിൽ ചോദ്യം ചെയ്യുകയായിരുന്നു ആദ്യം ജയചന്ദ്രൻ കല്ലിങ്കലെങ്കിലും അവസാനം അദ്ദേഹം ആ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ക്ലറിക്കൽ ഇറർ മൂലം സംഭവിച്ച പിഴവാകുമോ ഇത് എന്ന് സംശയിക്കേണ്ട കാര്യമെങ്കിലും ഇതിലുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? 1458 പേർ, അവരുടെ പേര് വിവരങ്ങൾ ഇല്ല എങ്കിൽ പോലും ഏത് ഡിപ്പാർട്ട്മെന്റിൽ അവർ വർക്ക് ചെയ്യുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ നടപടി ഉണ്ടാകും എന്ന് സർക്കാർ പറയുന്നു. ഇത് സർക്കാർ തന്നെ നടത്തിയ പരിശോധനയിലൂടെ കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പുകാർക്കൊപ്പമല്ല, ഇത് എത്തിയത് തങ്ങളാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പോലും ഇവർ ആരൊക്കെയാണ്, എന്തുകൊണ്ട് ഇവരുടെ പൂർണ്ണ വിവരം പുറത്തുവിടുന്നില്ല എന്ന സംശയങ്ങൾ ഉയരുകയാണ്. സർക്കാർ ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് മാതൃകാപരമായ നടപടിയാണോ, അതോ ഇതിലും ഭംഗിയായി, ഇതിലും നേരത്തെ കണ്ടെത്താമായിരുന്ന കാര്യങ്ങളാണോ ഇത്? അല്ല, ഇതില് നേരത്തെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം, നിരവധി ഘട്ടങ്ങളിലെ പരിശോധന കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു പെൻഷൻ നമ്മൾ കൊടുക്കുന്നത്. അത് സാമൂഹ്യക്ഷേമ പെൻഷൻ 60 ലക്ഷം 62 ലക്ഷം എത്ര പേർക്ക് വേണേയാവും. ഞാൻ അതിനു മുമ്പ് ഒരു ചെറിയ ഉദാഹരണം, ഈ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരാളാണ്. അന്ന് അവിടെ ചെന്ന് കേട്ടപ്പോ പല വീടുകളിലുള്ള ഒരു പരാതി, അവിടെ അവർക്ക് 2000 രൂപ വെച്ച ഒരു ചെറിയ പെൻഷൻ കൊടുക്കുന്നു. ഈ 2000 രൂപ പെൻഷൻ കൊടുക്കുന്നത് കട്ട് ചെയ്തു. അവരുടെ ഒരു പരാതി അതായത്, കാരണം ഈ കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല, 30-40 വയസ്സായ ആളുകൾ, ഇങ്ങനെ കിടക്കുന്ന ആളുകൾ, അവരെ നോക്കുന്ന വീട്ടിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നോക്കാൻ നിൽക്കുന്ന ആൾക്ക് 2000 രൂപ പ്രതിമാസം കൊടുക്കും. കാരണം അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന പെൻഷൻ നിർത്തിവെച്ചു എന്നുള്ള പരാതിയാണ് അവർ തന്നത്. ഞാനത് പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇവർക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ കാർഡിലുള്ളവർക്കോ വേറെ ആൾക്കോ ഈ വേറൊരു പെൻഷൻ അവിടെ കിട്ടുന്നുണ്ട്, വിധവാ പെൻഷനോ വാർദ്ധക്യകാല പെൻഷനോ എന്തോ ഒരു പെൻഷൻ അവിടെ കിട്ടുന്നുണ്ട് എന്നതുകൊണ്ട് ഇവർക്ക് ഇനി ഈ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല. ഞാനത് ലിസ്റ്റ് പരിശോധിച്ചു, അതിൽ ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രധാന പ്രശ്നം എന്താ, ഇങ്ങനെ പരിശോധിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട്, അങ്ങനെ ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഇവരുടെ പെൻഷൻ 3 മാസം കട്ട് ചെയ്തു. ആരുടെ പെൻഷനാന്ന് ആലോചിക്കണം. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അർഹരായ മനുഷ്യർ ആണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ. കാരണം അവർക്ക് ഇനി നെറ്റടക്കാൻ പറ്റില്ല. സർക്കാർ തന്നെ അംഗീകരിച്ച ആളുകൾ, ഒരു നിവൃത്തിയില്ല, അവർക്ക് വേറെ ഒന്നുമില്ല. അത് അന്വേഷിച്ച് കണ്ടെത്താൻ വലിയ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായി. അതിന് കളക്ടർ വന്നു, പോലീസ് വന്നു, സ്പെഷ്യൽ ബ്രാഞ്ച് വന്നു, ഒക്കെ വന്നു അവിടെ. എന്നാൽ ഇപ്പൊ 1458 എന്ന് മന്ത്രി പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത് ധനമന്ത്രി പറഞ്ഞത് ഇതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. ഇനിയും ധാരാളം പേരുണ്ടാവും, മുഴുവൻ ലിസ്റ്റും കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാവും എന്നാണല്ലോ നമ്മൾ കണക്കാക്കേണ്ടത്, ഇതിനേക്കാൾ വലിയ ആളുകൾ ഉണ്ടാവും എന്നാണല്ലോ കണക്കാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവർക്ക് കിട്ടാൻ പോണ ശിക്ഷ? ഇപ്പൊ പറഞ്ഞത് ഇവരുടെ അടച്ച പൈസ പലിശ അടക്കം തിരിച്ചു മേടിക്കും. ഇതിലും വരും പരിഹാസ്യമായ ഒരു ശിക്ഷയുണ്ടോ ഇവർക്ക്? കാരണം കോളേജ് പ്രൊഫസറോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിലോ വിദ്യാഭ്യാസ വകുപ്പിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ മാസം 50,000-ഉം 1 ലക്ഷവും അതിൽ കൂടുതലും ശമ്പളം വാങ്ങുന്ന ആളുകളുടെ 1600 രൂപ പെൻഷൻ വാങ്ങിയിട്ട് അതിന്റെ പലിശ അടക്കം തിരിച്ചടച്ചാൽ അതിൽ എന്ത് ശിക്ഷ അവിടെ ഉള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, ഇവർക്കെതിരെ എന്ത് ശിക്ഷ നടപടി സ്വീകരിക്കാൻ പോണേ? ഞാൻ കാണുന്നത് ലീഗലായി ഒരു നടപടി ഇവർക്കെതിരെ ഉണ്ടാവില്ല. വേണമെങ്കിൽ 1-2 പേർക്കെതിരെ സാമ്പിൾ പിടികിട്ടും, വേറെ ഒന്നും നടക്കില്ല. കാരണം ഇവിടെ വളരെ ശക്തമാണ് ട്രേഡ് യൂണിയനുകൾ. ഇപ്പൊ ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ വന്നിട്ട് പറയും, ഞങ്ങളുടെ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ 100% ശിക്ഷയ്ക്ക് അനുകൂലമാണെന്നൊക്കെ പറയും. ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ. ഇൻഡിവിജ്വൽ കേസിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും യൂണിയന്റെ നേതാവോ യൂണിയന് വേണ്ടപ്പെട്ട ആളോ യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ, എനിക്കറിയില്ല, പല കമ്മിറ്റികളും ഉണ്ട്, അതിൽ വേണ്ടപ്പെട്ട ആളാവും, അല്ലെങ്കിൽ ഭരണകക്ഷിയാവും, അല്ലെങ്കിൽ പ്രതിപക്ഷമാവും. ഞാനത് പറയാൻ കാരണം എന്തുകൊണ്ടാ വെച്ചാൽ, എത്ര കേസുകളിൽ ഇവിടെ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടു, എത്ര കേസുകളിൽ സ്വാധീനമുള്ള യൂണിയൻ ആളുകൾ, ഏത് യൂണിയന്റെ ആയാലും ആളുകൾ എത്ര കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. ഇതിലും വലിയ അഴിമതി നടത്തിയ അഴിമതി വിജിലൻസ് കേസുകളിൽ പോലും ഇപ്പൊ ശിക്ഷയൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല. കാരണം സർക്കാർ പെർമിഷൻ കൊടുക്കില്ല. എനിക്കനുഭവം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നമ്മളൊരു വിജിലൻസ് പരാതി കൊടുത്താൽ ആ ഉദ്യോഗസ്ഥന് അന്വേഷിക്കാൻ, വിചാരണ ചെയ്യാൻ സർക്കാരിന്റെ പെർമിഷൻ വേണം. എത്ര പെർമിഷൻ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി നമ്മുടെ സർക്കാരുകൾ കൊടുത്തിട്ടുണ്ട്? കൊടുക്കില്ല. ഇനി ഇതിൽ ക്രിമിനൽ കേസിലേക്ക് വരിക, ആരാണ് ഇതിൽ കുറ്റവാളി? പണം മേടിച്ച ആളാണോ, പണം കൊടുക്കാൻ സമ്മതിച്ച ആളാണോ? നേരത്തെ പറഞ്ഞു ഗ്രാമസഭ, ഗ്രാമസഭയിൽ വെക്കണം, ഇത് വെക്കണം, ആരോഗ്യ വകുപ്പ് വേണം, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ വേണം, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും വേണം, പരിശോധിക്കണം, വില്ലേജ് ഓഫീസർ ഒക്കെ ഉണ്ട്. ഈ പരിശോധനയൊക്കെ കിടന്നിട്ടാണല്ലോ നമ്മൾ ഇത്ര എത്തിയത്. അപ്പൊ ഇതിൽ ആരെങ്കിലും തട്ടിപ്പ് നടത്തിയതാണ്?
അവരാരെങ്കിലും ശിക്ഷിക്കപ്പെടുമോ? അപ്പൊ ഇത് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് പോവാണ്. ഇപ്പൊ ഒരാളും തുടങ്ങിയിട്ട് ഒരാളുടെ കാര്യത്തിൽ ഈ 3 or 4 ആളുകൾ ശിക്ഷിക്കപ്പെടാം. ഇത് ശിക്ഷിക്കപ്പെടുമോ? ഒരു കാലത്തും ശിക്ഷിക്കപ്പെടില്ല. ഞാൻ ശുഭാപ്തി വിശ്വാസി അല്ലാത്തത് കൊണ്ടല്ല. മൂന്നാമത്തെ കാര്യം, നമ്മൾ ജനകീയാസൂത്രണം, വികേന്ദ്രീകൃത ആസൂത്രണം എന്ന പേരിൽ വലിയ ആഘോഷത്തോടു കൂടി ജനങ്ങളൊക്കെ വലിയ സന്തോഷിച്ച ആളുകളാണ്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഏറ്റവും വലിയ അഴിമതിയുടെ വികേന്ദ്രീകരണം ഏറ്റവും താഴെ തട്ടിൽ പോലും ചെയ്യാം. ഇവർക്ക് കൊടുക്കാവുന്ന ശിക്ഷ ഞാൻ മുമ്പ് ഒരു ചാനലിൽ പറഞ്ഞതാണ്. കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ എന്താ? ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇതിൽ ക്ലറിക്കൽ എറർ കൊണ്ട് ആരുടെയെങ്കിലും പേര് വന്നിട്ടുണ്ടെങ്കിൽ, നേരത്തെ ജയേന്ദ്രൻ പറഞ്ഞുണ്ടെങ്കിൽ അവരെ നമുക്ക് ഒഴിവാക്കാം. ക്ലറിക്കൽ എറർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിന് ലിസ്റ്റ് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിക്ക് ലിസ്റ്റ് കൊടുത്താൽ, ആ മുനിസിപ്പാലിറ്റിക്ക് ഒരു സ്പെഷ്യൽ ഓഫീസറെ വെച്ചിട്ട് ഈ ലിസ്റ്റിലുള്ള ആളുകൾ ഈ മുനിസിപ്പാലിറ്റി ഇപ്പോൾ 10-15 പേരല്ലേ കാണുള്ളൂ, 5-10 പേര് കാണും. ആ ആളുകളുടെ പേര് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് അവിടുത്തെ വാർഡ് സഭയിലോ ഗ്രാമസഭയിലോ ഇവരെ കൊണ്ടു നിർത്തി ചോദ്യം ചെയ്യണം, പരസ്യ വിചാരണ ചെയ്യണം, നാട്ടുകാർ മുഴുവൻ അറിയണം. കഴിയുമെങ്കിൽ അവിടുത്തെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഇവരുടെ നോട്ടീസ് വെച്ചായിട്ട് വിതരണം ചെയ്യണം. വേറെ ഒന്നുകൊണ്ടല്ല, ഇവരെ അതല്ലാതെ ഇവർക്ക് ഒരു ശിക്ഷയും കിട്ടാൻ പോണില്ല. കൂടി വന്ന ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവർ കയറും. നിങ്ങളോ മാധ്യമങ്ങളോ ഞാനോ ഈ പറഞ്ഞ ആരെങ്കിലുമോ ഇതിന്റെ പിന്നാലെ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനൊക്കെ സ്വാധീനമുണ്ട്. അതിപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഭയങ്കരമായി നമ്മൾ സസ്പെൻഡ് ചെയ്യും. സസ്പെൻഡ് കഴിഞ്ഞ 6 മാസം കഴിയുമ്പോൾ അയാൾ ഫുൾ ശമ്പളം വാങ്ങി ഒന്നിലെ വീട്ടിലിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു. തീർച്ചയായും ഇതിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ശ്രീ CR നീലകണ്ഠൻ, ഇത് ആരുടെ വീഴ്ചയാണ് ഇത് എന്ന ഒരു ചോദ്യം കൂടിയില്ല. അതാണ് ഞാൻ താങ്കളോട് ആദ്യം ചോദിച്ചത്. വീഴ്ച ഞാൻ പറഞ്ഞല്ലോ. ഇതിന് സർട്ടിഫൈ ചെയ്ത ആളുകൾ, ഗ്രാമസഭയിൽ ഇവരുടെ പേര് വെച്ച ആളുകൾ, ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളുകൾ, അതാ ഞാൻ പറഞ്ഞ ബ്രാഞ്ച് ഔട്ട് ചെയ്ത്. ഒരാൾക്ക് കിട്ടുന്നത് 10 ആളുകളുടെ അഴിമതി അല്ലെങ്കിൽ സഹായം കൊണ്ടാവും. ഈ 10 ആളുകളെ ശിക്ഷിക്കാൻ പറ്റും ഇവിടെ? അതിന് വകുപ്പുണ്ടോ? ചെയ്യോ? എനിക്ക് തോന്നുന്നില്ല. വാങ്ങിയ ആളുടെ ഇത് കാശ് തിരിച്ചു മേടിക്കുക എന്നുള്ളത് ഒരുപക്ഷെ പ്രാക്ടിക്കലായി നടന്നേക്കും. അല്ലാതെ ഒന്നും നടക്കില്ല. ഒരു ശിക്ഷ ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. പലിശയടക്കം തുക തിരിച്ചു പിടിക്കും എന്നതാണ് ധനമന്ത്രി ഇന്ന് പറഞ്ഞത്. എല്ലാ വകുപ്പുകൾക്കും കർശന നടപടിക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ പണം തിരിച്ചു പിടിക്കുന്നതിനപ്പുറം ഒരു നടപടി ഉണ്ടാകില്ല എന്നതാണ് CR ചൂണ്ടിക്കാട്ടുന്നത്. ആ പറഞ്ഞ് പൂർത്തിയാക്കിക്കോളൂ. അപ്പൊ ഉണ്ടാവില്ല എന്നുള്ളത് അനുഭവമാണ്. ഇത് ആദ്യത്തെ അനുഭവം അല്ലല്ലോ. എത്ര അനുഭവങ്ങളുണ്ട്. സസ്പെൻഡ് ചെയ്യും, അത് കഴിഞ്ഞ് സസ്പെൻഡ് ചെയ്ത ആളുകൾ തിരിച്ചു കയറുന്ന സർവീസിൽ നമ്മൾ അറിയ പോലും ഇല്ല. അതിന് പല സ്വാധീനങ്ങളുണ്ടാവും. ഒരുപക്ഷെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവും, സംഘടനാ സ്വാധീനം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. കാരണം ഇത് കണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ശരി, മാധ്യമങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് 1000. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന് വേണ്ട എന്താ? ഇത് വികേന്ദ്രീകരിച്ചു കൊടുക്കണം ഓരോ പഞ്ചായത്തിൽ. അതുകൊണ്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഓരോ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ പബ്ലിഷ് ചെയ്യണം, അവിടെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണം. ഇങ്ങനെ ആളുകൾ ഇത് വാങ്ങിയിട്ടുണ്ട്. കാരണം ഇത് വേറെ ഒരു സാമൂഹ്യമല്ലാതെ ഇവർക്ക് ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നു. സാമൂഹ്യമായി ഇവരെ ശിക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ വരുമ്പോൾ ആ പഞ്ചായത്തിലെ ഏത് പാർട്ടിയാണ്, ഏത് പാർട്ടിയുടെ ആളാണെന്നുള്ള ചോദ്യമൊക്കെ വരും. വീണ്ടും അവിടെ സംഘർഷത്തിലേക്ക് പോകുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ ഇത്തിരി സംഘർഷം ഉണ്ടായാലും കുഴപ്പമില്ല. കാരണം ഇത്രയും ഹീനമായ പ്രവൃത്തി ചെയ്ത ആളെ എങ്ങനെയെങ്കിലും പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവരണം. തീർച്ചയായും